بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. അഞ്ചാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അഞ്ചാമത്തെ ചോദ്യം? മൻ നബിയുക, ആരാണ് നിൻ്റെ നബി? നബിയ്യി വ നബിയ്യു ഹാദിഹിൽ ഉമ്മത്തി ജമീഅൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എൻ്റെയും അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും നബി. ഏതെങ്കിലും ഒരു നാടിന് വേണ്ടിയിട്ടുള്ള നബിയല്ല. പിന്നെ ആരാണത്? എല്ലാ നാടുകൾക്കും റഹ്മത്തൽ ലിൽ ആലമീൻ, എല്ലാ ലോകർക്കുമുള്ള നബിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നല്ല ഗുണവിശേഷണങ്ങൾ ഉള്ള ആളായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പോരാ, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നന്മകളും ഉൾക്കൊണ്ടിരുന്ന ആളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് റഹ്മത്ത് കാണിക്കുന്ന ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് റഊഫാണ്, അനുകമ്പയുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറഞ്ഞു, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ, വഖദ് സമ്മാഹു അല്ലാഹു റഊഫർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് റഊഫ് എന്നും റഹീം എന്നും പേര് നൽകി. അതുപോലെ തന്നെ ഈ ഉമ്മത്തിൻ്റെ ഹിദായത്തിൻ്റെ വിഷയത്തിൽ ഈ ഉമ്മത്ത് നേരെയാകണം, ഈ ഉമ്മത്തിൽ കേടുപാടുകൾ ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും നല്ല രീതിയിൽ നടക്കണം, എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന വിഷയത്തിൽ ഒരുപാട് ആഗ്രഹമുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പോലും നരകത്തിൽ വീഴരുത് എന്ന ആഗ്രഹക്കാരനായിരുന്നു നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ സ്വഭാവത്തിനുടമയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും താങ്കൾ മഹത്തായ വമ്പിച്ച സൽസ്വഭാവത്തിന് ഉടമയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സ്വഭാവങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്നത് ഖുർആനായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, കാന ഖുലുഖുൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആനായിരുന്നു. ഖുർആനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധൈര്യശാലിയായിരുന്നു. ശുജാഅൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യവാനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ജഅൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ധൈര്യമുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അഫറർതും അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഹുനൈൻ, ഹുനൈൻ ദിവസം, ഹുനൈൻ യുദ്ധത്തിൻ്റെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇട്ടേച്ച് നിങ്ങൾക്ക് ഓടിപ്പോയോ, പേടിച്ചോടിപ്പോയോ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, വലാകിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഫിർ, പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നുവെന്ന് ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വഅൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ധീരന്മാരിൽ വലിയ ധീരനാണ് അലി റളിയല്ലാഹു അൻഹു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അവിടെ പകരമായി കുട്ടിയായ സമയത്ത് കെടുത്തിയ ആളാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ധീരനായിരുന്നു. ആ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നാ കുന്നാ ഇദാ ഹമിയൽ ബഅസു വയുർവാ ഇസ്തദ്ദൽ ബഅസു വഹ്മറത്തിൽ ഹദഖു ഇത്തഖൈനാ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പ്രൊട്ടക്ഷൻ തേടും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ എന്തായിരിക്കും? ധൈര്യത്തിലായിരിക്കും. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചാഞ്ചല്യങ്ങൾ വന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യവാനായി നിലകൊണ്ടിരിക്കും. ഫമാ യകൂനു അഹദുൻ അഖ്റബ ഇലൽ അദുവ്വി മിൻഹു. ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തോളം ശത്രുക്കളോടടുത്ത വേറൊരാളും ഉണ്ടാവുകയില്ല. ശത്രുക്കളോട് ഏറ്റവും അടുത്തത് ആരായിരിക്കും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരീമായിരുന്നു. കരീം എന്ന് പറഞ്ഞാൽ ഔദാര്യവാൻ, ഔദാര്യം ചെയ്യുന്നവൻ, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ വളരെ മുന്നിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عن جابر بن عبد الله رضي الله عنه قال جابر بن عبد الله رضي الله عنه പറയുകയാണ്, ما سئل رسول الله صلى الله عليه وسلم شيئا قط فقال لا. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം ചോദിച്ചിട്ട്, ഒരു കാര്യം തരുമോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല. തരികയില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈർ. നന്മ ചെയ്യുന്നതിൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മളുടെ റസൂലിനെ അറിയേണ്ടതുണ്ട്. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുന്നത് നിർത്തിയതിനാൽ, കുറഞ്ഞതിനാൽ മറ്റുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അത് പ്രവേശിക്കുന്നു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടായി കിടന്നാൽ അവരുടെ വാക്കുകൾ നമുക്കൊരു ദോഷവും വരുത്തുകയില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅതി അതാഅൻ ലാ യഖ്ശൽ ഫഖർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. എങ്ങനെ കൊടുക്കുക? ഒരു ദാരിദ്ര്യത്തെയും ഭയപ്പെടാത്ത കൊടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പലപ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണോ ഉള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അത് കൊടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയുള്ളവരായിരുന്നു. ലജ്ജയുള്ള ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عن أبي سعيد الخدري رضي الله عنه قال, أبو سعيد الخدري رضي الله عنه പറയുകയാണ്, كان النبي صلى الله عليه وسلم أشد حياء من العذراء في خدرها. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കന്യക അവളുടെ റൂമിലിരിക്കുമ്പോൾ അവൾക്ക് എത്ര നാണമുണ്ട്, അതിനേക്കാൾ നാണമുള്ള ലജ്ജയുള്ള ആളായിരുന്നു ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജ എന്നത് നല്ല സ്വഭാവമാണ്. ഇന്നത്തെ സമൂഹത്തിൽ എടുത്തു കളയാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്ന സ്വഭാവം എന്താണ്? ലജ്ജയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറഞ്ഞത്, അമ്പിയാക്കളിൽ നിന്നും ആളുകൾ അനന്തരമെടുത്ത് അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് നാണമില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളു. നാണം, ലജ്ജ എന്നത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവമാണ്. എന്തിലൊഴികെ? നന്മയുടെ കാര്യത്തിലൊഴികെ, അറിവിൻ്റെ വിഷയത്തിലൊഴികെ. ആ വിഷയത്തിൽ നാണമില്ല. അറിവ് അന്വേഷിക്കുന്ന കാര്യത്തിൽ നാണമില്ല. ബശൂഷൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസന്നവദനായിരുന്നു. നല്ല തെളിഞ്ഞ മുഖമുള്ള, പുഞ്ചിരിക്കുന്ന മുഖമുള്ള ആളായിരുന്നു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ജരീർ റളിയല്ലാഹു അൻഹു, ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഹജബനി അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ മുസ്ലിമായത് മുതൽ പിന്നെ എന്നിൽ നിന്നും തടയിട്ടിട്ടില്ല, എന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും തടയിട്ടിട്ടില്ല. വലാ റആനി ഇല്ലാ തബസ്സമ ഫീ വജ്ഹി. എന്നെ കണ്ടിട്ടില്ല, എന്നോട് ചിരിച്ചിട്ടല്ലാതെ. എന്നെ കണ്ടിട്ടില്ല, എന്നോട് പുഞ്ചിരിച്ചിട്ടല്ലാതെ. ഇത് ജരീർ റളിയല്ലാഹു അൻഹു ആണ്. ജരീർ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി എന്നല്ല, മറിച്ച് ഏത് സ്വഹാബത്തും അവർക്കുണ്ടാകും പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. പുഞ്ചിരിയോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ എതിരിട്ടിരുന്നത്. അതിൽ നമുക്ക്
പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് വേണ്ടി കോപിക്കുന്ന ആളായിരുന്നു. അള്ളാഹുവിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? കോപിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നഫ്സി, സ്വന്തത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പകരം വീട്ടിയിട്ടില്ല. സ്വന്തത്തിന് വേണ്ടി ഒരു ദേഷ്യം തീർക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നില്ല. ഇല്ലാ അൻ തുൻതഹക ഹുർമത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹുർമത്തുകൾ, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളിൽ അവിടെ ഏതെങ്കിലും പിഴവ് വന്നാൽ, അവിടെ ഏതെങ്കിലും പ്രശ്നം വന്നാൽ ഫയൻതഖിമു ലില്ലാഹി ബിഹാ, ആ വിഷയത്തിൽ അള്ളാഹുവിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? പകരമെടുക്കും. അള്ളാഹുവിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കും. സ്വന്തത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കുമായിരുന്നില്ല. ഇതുപോലെ ഒരുപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വൃത്തിയുള്ളവരായിരുന്നു, സുഗന്ധമുള്ളവരായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് സ്വഹാബത്ത് ഇത്റായി സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവജത്തു ബി ലിയദിഹി ബർദൻ ഔ റീഹൻ കഅന്നമാ അഖ്റജഹാ മിൻ ജുനതി അത്താരിൻ, അത്തർ കച്ചവടക്കാരൻ്റെ കൊട്ടയിൽ നിന്ന് എടുത്തതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഗന്ധമുണ്ടായിരുന്നു എന്ന് സ്വഹാബികൾ പറയുമായിരുന്നു. അതുപോലെ തന്നെ ജമീൽ, കാണാൻ ഭംഗിയുള്ളവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മളുടെ മുൻഗാമികൾ സ്വഹാബത്ത് പാടുവാറാണ്, വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദു നിസാഉ. അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കളെപ്പോലെ ഒരു അജ്മലായിട്ടുള്ള ഭംഗിയുള്ള ഒന്ന് എൻ്റെ കണ്ണിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളെക്കാൾ നല്ലവരായ ഒരാളെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കവിത എഴുതുന്നവർ കവിത എഴുതുമായിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വാൾ തിളങ്ങുന്നത് പോലെ തിളങ്ങുമായിരുന്നു. പൂർണ്ണചന്ദ്രൻ്റെ വട്ടം പോലെ പ്രസന്നമുള്ളതായിരുന്നു, വട്ടമുള്ളതായിരുന്നു എന്ന് സ്വഹാബത്ത് നമ്മളോട് പറയുന്നു. അധികം ഉയരമുള്ള ആളോ വളരെ കുറിയ ആളോ അല്ല, ഒത്ത ഉയരവും ഒത്ത ശരീരവുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അങ്ങനെ ഒരുപാട് വസ്ഫുകൾ ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ കുറച്ച് വസ്ഫുകൾ അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് വായിക്കാം. ഇലാഹുനാ വല്ലാഹു തആല അഅലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.